BLM കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. രാഘവ് ചദ്ദ ആം ആദ്മി പാർട്ടി വിട്ട് BJPയിൽ ചേർന്നത് വലിയ ചർച്ചകളിലേക്ക് വഴിവെച്ചിരിക്കുകയാണ്. രാഘവ് ചദ്ദയെ വിമർശിച്ച ഒരുപാട് ആളുകളാണ് രംഗത്തെത്തുന്നത്. ആം ആദ്മി പാർട്ടിയിൽ രാഷ്ട്രീയ ഭൂകമ്പം സൃഷ്ടിച്ചാണ് ചദ്ദ BJPയിൽ ചേർന്നിരിക്കുന്നത്. അശോക് മിത്തൽ, സന്ദീപ് പഥക് എന്നിവർ തുടങ്ങി രാജ്യസഭയിലെ ആകെ 10 AAP MPമാരിൽ 2 ഭാഗവും, അതായത് 7 പേരെയാണ് രാഘവ് ചദ്ദയ്ക്കൊപ്പം പാർട്ടി വിട്ട് BJPയിൽ ചേർന്നിരിക്കുന്നത്. 2026 ഏപ്രിൽ ആദ്യവാരം രാഘവ് ചദ്ദയെ രാജ്യസഭയിലെ ആം ആദ്മി പാർട്ടിയുടെ ഡെപ്യൂട്ടി ലീഡർ സ്ഥാനത്ത് നിന്നും നീക്കം ചെയ്തത് പാർട്ടിയും ചദ്ദയുമായുള്ള ബന്ധം കൂടുതൽ വഷളാക്കുന്നതിന് കാരണമായിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ പാർലമെന്റിൽ ശബ്ദമുയർത്തുന്നില്ലെന്നും സോഫ്റ്റ് PR പ്രവർത്തനങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുവെന്നും ആരോപിച്ചായിരുന്നു രാഘവ് ചദ്ദയ്ക്കെതിരായി ആം ആദ്മി പാർട്ടി നടപടിയെടുത്തത്. കൂടാതെ ഡൽഹി മദ്യനയ കേസിൽ കെജ്രിവാളിനെയും മനീഷ് സിസോദിയെയും കോടതി വെറുതെ വിട്ടപ്പോൾ രാഘവ് ചദ്ദ പ്രതികരിക്കാതിരുന്നത് പാർട്ടിക്കുള്ളിൽ സംശയങ്ങൾക്കിടയാക്കിയിരുന്നു. അതുപോലെ എക്സ് അക്കൗണ്ടിൽ നിന്ന് BJPക്കും പ്രധാനമന്ത്രിക്കുമെതിരായ പഴയ പോസ്റ്റുകൾ രാഘവ് ചദ്ദ നീക്കം ചെയ്തതായും റിപ്പോർട്ടുകളുണ്ടായിരുന്നു. അതേസമയം ചദ്ദയെ രാജ്യസഭാ ഉപനേതാവ് സ്ഥാനത്ത് നിന്നും മാറ്റിയപ്പോൾ അദ്ദേഹത്തെ പിന്തുണച്ച് ഡൽഹി BJP അധ്യക്ഷൻ വീരേന്ദ്ര സച്ദേവ് രംഗത്തെത്തിയിരുന്നു. കെജ്രിവാളിന് കഴിവുള്ളവരെ സഹായിക്കാൻ കഴിയില്ലെന്നായിരുന്നു BJP അന്ന് വിമർശിച്ചത്. രാഘവ് ചദ്ദ BJPയിൽ ചേരുമെന്ന അഭ്യൂഹങ്ങൾ ഉയർന്നു വന്നിരുന്നുവെങ്കിലും BJPയുമായുള്ള ചദ്ദയുടെ വിയോജിപ്പ് മുൻനിർത്തി BJPയിൽ ചദ്ദ ഭാഗമാകില്ല എന്നായിരുന്നു എല്ലാവരും പ്രതീക്ഷിച്ചത്. എന്നാൽ രാഘവ് ചദ്ദ BJPയുടെ ഭാഗമായതോടുകൂടി 1 മില്യൺ ഫോളോവേഴ്സാണ് അദ്ദേഹത്തിന്റെ ഇൻസ്റ്റഗ്രാം അൺഫോളോ ചെയ്തത്. ചദ്ദയുടെ BJP പ്രവേശനത്തിനെതിരെ നിരവധി ട്രോളുകളും റിയാക്ഷനുകളുമാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിക്കുന്നത്. നിലവിൽ BJPക്ക് രാജ്യസഭയിൽ 113 MPമാരാണുള്ളത്. NDA സഖ്യത്തിന് 146 പേരും. ഇനി 7 പേർ ഭരണപക്ഷത്തേക്ക് എത്തുന്നതോടുകൂടി BJP MPമാരുടെ എണ്ണം 121 ആവും. NDA സഖ്യത്തിൻ്റെത് 153 ഉയരുന്നതായിരിക്കും. ഇത് രാജ്യസഭയിൽ BJPയുടെ കരുത്ത് വർദ്ധിപ്പിക്കുന്നതിന് വളരെയധികം സഹായിക്കുകയും ചെയ്യും. എന്നാൽ ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ തിരിച്ചടിയാണ്. രാജ്യസഭയിൽ AAPക്ക് ഉണ്ടായിരുന്ന 10 MPമാരിൽ 7 പേരെയും അടർത്തിയെടുക്കുന്നതിലൂടെ പാർട്ടിയുടെ ദേശീയ പ്രാധാന്യമാണ് നഷ്ടപ്പെടാൻ പോകുന്നത്. അതേസമയം ഇവരെ കൂർമാറ്റ നിരോധന നിയമപ്രകാരം അയോഗ്യനാക്കാനും AAPക്ക് സാധിക്കില്ല. വലിയൊരു രാഷ്ട്രീയ കുരുക്കിലാണ് AAP ഇപ്പോൾ പെട്ടുകിടക്കുന്നത്. നിലവിൽ BJPയിൽ ചേർന്ന MPമാരെ അയോഗ്യനാക്കാനുള്ള നീക്കവും പാർട്ടിയിൽ ആരംഭിച്ചിട്ടുണ്ട്. എന്തായാലും ആം ആദ്മി പാർട്ടിയുടെ കരുത്തുറ്റ മുഖവും രാജ്യസഭാ MPയുമായ രാഘവ് ചദ്ദ BJPയിലേക്ക് മാറിയ വാർത്ത ദേശീയ രാഷ്ട്രീയത്തിൽ വൻ പ്രകമ്പനമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അരവിന്ദ് കെജ്രിവാളിന്റെ വിശ്വസ്തനും പാർട്ടിയുടെ നയരൂപീകരണത്തിൽ പ്രധാന പങ്കുവഹിച്ചവരുമായ യുവ നേതാവിന്റെ ഈ നീക്കം AAPയെ സംബന്ധിച്ചിടത്തോളം കനത്ത തിരിച്ചടിയാണ്. കഴിഞ്ഞ കുറെ നാളുകളായി പാർട്ടിയുടെ പ്രധാന പരിപാടികളിൽ നിന്ന് അദ്ദേഹം വിട്ടുനിൽക്കുന്നത് അഭ്യൂഹങ്ങൾക്ക് വഴിവെച്ചിരുന്നെങ്കിലും ഇപ്പോൾ ഔദ്യോഗികമായി പുറത്തുവന്ന ഈ മാറ്റം പ്രതിപക്ഷ നിരയെ ഞെട്ടിച്ചിരിക്കുകയാണ്. BJPയുടെ കടന്നുകയറ്റം ഡൽഹിയിലും പഞ്ചാബിലും ആം ആദ്മി പാർട്ടിക്ക് വലിയ വെല്ലുവിളിയാകും എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. പാർട്ടിയുടെ സാമ്പത്തിക കാര്യങ്ങളിലും പാർലമെന്റിലെ ഇടപെടലുകളിലും നിർണായക സ്വാധീനമുണ്ടായിരുന്ന ചദ്ദയുടെ സാന്നിധ്യം ഇനി NDA പാളയത്തിൽ ഉണ്ടാക്കുന്നത് വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളിൽ BJPക്ക് കരുത്താകും. അതേസമയം രാഷ്ട്രീയ ധാർമ്മികതയെക്കുറിച്ചും കേന്ദ്ര ഏജൻസികളുടെ സമ്മർദ്ദത്തെക്കുറിച്ചുമുള്ള വലിയ ചർച്ചകൾക്കും ഈ കൂറുമാറ്റം വഴിവെച്ചിട്ടുണ്ട്. ദേശീയ രാഷ്ട്രീയത്തിൽ പുതിയൊരു അധികാര സമവാക്യത്തിന് ഇത് തുടക്കം കുറിക്കുമോ എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഉറ്റുനോക്കുന്നത്. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ രജിസ്റ്റേർഡ് സൊസൈറ്റി ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്.